നോക്കാം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ 12ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 12 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെ ചെയ്തത്? ഒരു ബോക്സ് ഒക്കെ വരച്ച് 12നെ 10ഉം 2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആ ബോക്സ് ഒക്കെ ഗുണിച്ച് അത് കൂട്ടിയൊക്കെ എഴുതിയാണ് ചെയ്തത് അല്ലേ? ശരി, അപ്പൊ എഴുതിക്കോ. പേനകത്ത് വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം തന്നെയാണ്, പക്ഷെ അതൊന്ന് മെതേഡ് മാറ്റി നമ്മളൊന്ന് എഴുതാൻ പോവാം. നമ്മൾ ആദ്യം പഠിച്ചത് 11ന്റെ സ്ക്വയർ അല്ലായിരുന്നോ? ബോർഡിലേക്ക് നോക്കിക്കേ. അപ്പൊ 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു അല്ലേ? 10, 1, 10, 1. നീ എന്ത് ചെയ്ത് പറഞ്ഞാട്ടെ? 10 × 10 ഈക്വൽ 100. ഇവിടെ എങ്ങനെ എഴുതി? 10 × 1 ഈക്വൽ 10. ഇവിടെ എങ്ങനെ എഴുതി? 1 × 10 ഈക്വൽ 10. അടുത്തത് 1 × 1 ഈക്വൽ 1. എന്നിട്ട് നമ്മൾ ചെയ്ത പരിപാടി ഈ 100ഉം 10ഉം കൂടെ കൂട്ടി ഇവിടെ 110 എന്ന് എഴുതി, 10 ഒന്നുകൂടെ കൂട്ടി 11 എന്ന് എഴുതി, അത് രണ്ടും കൂടെ താഴോട്ട് കൂട്ടി എഴുതി. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതൊന്നും മാറ്റി പിടിക്കാം. ഇതിപ്പോ നമ്മൾ ചെയ്തത് ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേര് ഹൊറിസോണ്ടൽ എന്നാണ്. എന്താ പറയുന്നത്? അത് താഴോട്ട് കൂട്ടുന്നതിന് വെർട്ടിക്കൽ എന്ന് പറയും. എന്താ പറയുന്നു? അത് നമ്മളൊന്ന് മാറ്റി വേണ്ടി ഇങ്ങനെ എഴുതുന്നു. നമ്മളോട് 11നെ 11 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു. 11നെ 11 കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയാൽ ശരിയാവോ നിങ്ങൾ പറയണം. 100 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 1. പേടിക്കണ്ട, അത് ഈ 100 അതുപോലെ തന്നെ എഴുതി. ഇതിനെ ഇങ്ങനെ വരച്ചാൽ അതിനെന്തോ ഒരു പേര് പറയുമല്ലോ, ഡയഗണൽ. എന്താ പറയും? ആ ഡയഗണലിൽ കിടക്കുന്ന നമ്പർ രണ്ടും കൂടെ കൂട്ടി, അതാണ് 10 പ്ലസ് 10. പിന്നെ വേണ്ട ഈ ബാലൻസ് കിടക്കുന്ന ഒന്നുകൂടെ കൂട്ടി. ശരിയാണോ നമുക്ക് നോക്കാം. 100 10 പ്ലസ് 10 20, പിന്നെ ഒരു 1. അപ്പൊ 1, 2, 1 കൂട്ടുമ്പോഴും ഉത്തരം 121 തന്നെ വരുന്നുണ്ടല്ലോ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്ന് എഴുതിയാട്ടെ. ഈ എഴുതിയേക്കുന്ന പോലെ എഴുതിയാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ ബോർഡിൽ എഴുതിയേക്കുന്നത് പോലെ തന്നെ എഴുതുക. ഈ ഒന്നാമത്തെ കോളം എങ്ങനെ എഴുതും? 10 × 10 ഈക്വൽ 100. ഈ കോളം എങ്ങനെ എഴുതും? 10 × 2 ഈക്വൽ 20. ഈ കോളം എങ്ങനെ എഴുതും? 2 × 10 ഈക്വൽ 20. ഈ കോളം എങ്ങനെ എഴുതും? 2 × 2 ഈക്വൽ. സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ആദ്യം ഹൊറിസോണ്ടലായിട്ട് നിരയായിട്ട് കൂട്ടും, പിന്നെ താഴോട്ട് വെർട്ടിക്കലായിട്ട് വരിയായിട്ട് കൂട്ടിയത്. ഇന്ന് നമ്മൾ പഠിച്ച പുതിയ മെത്തേഡ് എന്തുവായിരുന്നു? 12 × 12 കണ്ടുപിടിക്കാൻ പറഞ്ഞോ ചെയ്ത പരിപാടി. 100 പ്ലസ് ശരിയാ, 100 പ്ലസ് ബ്രാക്കറ്റിനകത്ത് ഇവരെ രണ്ടുപേരിൽ ഇതിന്റെ പേരെന്തായിരുന്നു? ഡയഗണൽ. 20 പ്ലസ് 20 പ്ലസ്. ഉത്തരം ശരിയാണ്, നമുക്ക് നോക്കാം. ആദ്യത്തെ 100 അതുപോലെ തന്നെ 20 പ്ലസ് 20 40, പിന്നൊരു 4, 4, 4, 1 144. 12ന്റെ സ്ക്വയർ അല്ലേ 144 എന്ന് പറയുന്നത്? 12ന്റെ സ്ക്വയർ 144 ആണോ? ആണോ? അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരാടെയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാട്ടെ. ആരുടെയാ? 13ന്റെ ഒന്ന് കണ്ടുപിടിച്ചാട്ടെ. 13ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചാട്ടെ.
അപ്പോ ബോർഡിലേക്ക് നോക്കുകയെ ഞാൻ 13ന്റെ സ്ക്വയർ എങ്ങനെ ചെയ്തേക്കുന്നത്? 13നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ 10ഉം 3ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്നാമത്തെ കോളം 10 × 10 = 100. രണ്ടാമത്തെ കോളം 10 × 3 10 × 3 = 30. ഈ കോളം 3 × 10 = 30. അടുത്ത കോളം 3 × 3 = 9. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി വെച്ചു 30 രണ്ട് ഈ ഡയഗണലിൽ കിടന്നവരെ തമ്മിൽ നമ്മളങ്ങ് കൂട്ടി. 30 + 30 × 11 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് അല്ലയോ 10 + 10 + 1. ശരിയാണോ? അടുത്തത് 12 × 12 എങ്ങനെ എഴുതി? 100 പ്ലസ് 20 + 20 + 4 എന്ന് എഴുതി. ആണോ? അടുത്തത് 13 × 30 എങ്ങനെ എഴുതി? 100 പ്ലസ് 100 പ്ലസ് 30 + 30 + 9 എന്നെഴുതി. ആണോ? ആദ്യം ഈ 3 വരി നിങ്ങൾ ബുക്കിലോട്ടൊന്ന് എഴുതിയാട്ടെ. അടുത്ത വരിയില്ല. ഇപ്പൊ എഴുതിയതിന്റെ ബാക്കിയായിട്ട് അടുത്ത വരിയിൽ എഴുതണം. പറയട്ടെ. we can also write them like this. like LIKE ലൈക്ക് അറിയത്തില്ലോ? മറ്റേ ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് അറിയത്തില്ല? ലൈക്ക് തന്നെ. ലൈക്ക് we can also write them like this. പേരകത്ത് വെച്ച് അപ്പോ 11 × 11 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 × 11 11 സ്ക്വയർ. 11 × 11 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ? 10 × 10 ചെയ്തപ്പോഴില്ലേ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ നിന്ന് 100 കിട്ടിയത്? പ്ലസ് ഈ 10 + 10, അതായത് ഒരാളിനെ തന്നെ 2 പ്രാവശ്യം കൂട്ടുന്നു. അതിനെന്തോ ഒരു എളുപ്പമാർഗം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പര് തന്നെ 2 പ്രാവശ്യം കൂട്ടുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ചെറിയ ക്ലാസ്സിലെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അതിനെ 2 കൊണ്ട് അത്രയുള്ളൂ. അതിനെ 2 കൊണ്ട് പ്ലസ് അവസാനം കിടക്കുന്ന 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണോ? ഒന്നുകൂടെ, ഒന്നുമില്ല, ഓൾറെഡി നമ്മൾ എഴുതി വെച്ചതിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യും. 11 × 11 എന്ന് പറയുന്നതാണ് ആര്? 11ന്റെ സ്ക്വയർ, 11ന്റെ സ്ക്വയർ. അതിൽ ആദ്യം കിടക്കുന്ന ആളാര്? 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ പ്ലസ് 10 + 10, 10നെ 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 2 × 10 പ്ലസ് 1നെ എങ്ങനെ എഴുതി? 1 സ്ക്വയർ. എഴുതരുത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് പറഞ്ഞ് 12 × 12 12 സ്ക്വയർ = 10 സ്ക്വയർ പ്ലസ് 2 × 20 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 സ്ക്വയർ. ശരിയാണോ? എങ്കിൽ മൂന്നാമത്തെ ആളിനെ ഒന്ന് പറഞ്ഞ് എങ്ങനെ എഴുതുന്നു? 13 സ്ക്വയർ = 10 സ്ക്വയർ പ്ലസ് 2 × 30 പ്ലസ് 3 സ്ക്വയർ. ഈ 3 സ്റ്റെപ്പ് റീറൈറ്റ് ചെയ്ത് മനസ്സിലായോ? ആയോ? എഴുതിയാട്ടെ.
calculate the squares of 14 and 15. 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 ഇതാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് 1-2 എഴുതിപ്പിച്ചത്. അറിയോ? ലൈക്ക് ദിസ്. ലൈക്ക് ദിസ്. ബ്രാക്കറ്റിൽ വിത്തൗട്ട് ഡ്രോയിങ് സെൽസ്. വിത്തൗട്ട് ഡ്രോയിങ് സെൽസ്. സെല്ല് CELLS. അപ്പോഴേ 11ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും 13ന്റെ സ്ക്വയറും ഒക്കെ നമ്മൾ എഴുതിയത് എന്ത് വരച്ച് കണ്ടുപിടിച്ച ബോക്സ്. അതിന് പറഞ്ഞ പേരാണ് സെല്ല്. എന്താണ്? ഇപ്പൊ ചോദിക്കാണ്, ഇപ്പൊ നിങ്ങൾക്ക് അല്ലാതെ എഴുതിയപ്പോൾ ഒരു ടെക്നിക്ക് കിട്ടിയെന്നാണ് അവർ വിചാരിക്കുന്നത്. ആ ടെക്നിക്ക് വെച്ച് ആരുടെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാമോ എന്ന്. 14ന്റെ സ്ക്വയറും 15ന്റെ സ്ക്വയർ. വിഷമിക്കേണ്ട, ബോർഡിലേക്ക് നോക്കൂ. അങ്ങനാണെങ്കിൽ എന്റെ കൂടെ ആലോചിച്ച് വരണം. എഴുതരുത്. 14ന്റെ സ്ക്വയർ എങ്ങനെ എഴുതും? ശ്രദ്ധിക്കൂ. 11ന്റെ സ്ക്വയർ എഴുതിയപ്പോ 10ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ എഴുതിയപ്പോഴും തുടങ്ങിയത് 10ന്റെ സ്ക്വയറിൽ, 13ന്റെ സ്ക്വയർ എഴുതിയപ്പോഴും തുടങ്ങിയത് 10ന്റെ സ്ക്വയറിൽ. അങ്ങനാണെങ്കിൽ 14ന്റെ സ്ക്വയർ എഴുതുമ്പോ അപ്പൊ അവിടെ 10ന്റെ സ്ക്വയർ വരും. അതിനുശേഷം ഒരു പ്ലസ് സൈൻ, അധിക ചിഹ്നം, പിന്നെ ഒരു ബ്രാക്കറ്റ്. ബ്രാക്കറ്റിലെല്ലാം 2 into 2 into 2 into എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നേ. അപ്പൊ ഇവിടെയും എന്ത് വരും? 2 into. 11 ആയപ്പോ 2 into 10. 12 ആയപ്പോ 2 into 20. 13 ആയപ്പോ 2 into 30. അപ്പൊ 14 ആകുമ്പോ 2 into 40. ഓക്കെ. പ്ലസ് 11 ആയപ്പോ 1ന്റെ സ്ക്വയർ, 12 ആയപ്പോ 2ന്റെ സ്ക്വയർ, 13 ആയപ്പോ 3ന്റെ സ്ക്വയർ. അപ്പൊ 14 ആകുമ്പോഴും 4ന്റെ സ്ക്വയർ. ഐഡിയ പിടി കിട്ടിയോ? എങ്കിലും ഒരെണ്ണം കൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് ബുക്കിലോട്ട് എഴുതാം. അങ്ങനെയാണ് 15ന്റെ സ്ക്വയർ. ഇപ്പൊ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 10ന്റെ സ്ക്വയർ എത്ര? 10ന്റെ സ്ക്വയർ 100. 2 ഗുണം 40 80 പ്ലസ് 4ന്റെ സ്ക്വയർ 16. 100ഉം 80ഉം 16. 100ഉം 80ഉം 16. 190. ഈ 14ന്റെ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? 196. അപ്പൊ ഒരെണ്ണം കൊണ്ട് ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ബുക്കിലോട്ട് എഴുതാം. അപ്പൊ ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ അടുത്ത ആരായിരിക്കും? 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 15ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. 10ന്റെ സ്ക്വയർ പ്ലസ് 2 into 50 പ്ലസ് 5 സ്ക്വയർ. അപ്പൊ 10ന്റെ സ്ക്വയർ എങ്ങനെ എഴുതും? 100 പ്ലസ് 2 into 50 100 പ്ലസ് 5 സ്ക്വയർ 25. 100 പ്ലസ് 100 പ്ലസ് 25 225. 15ന്റെ സ്ക്വയർ അല്ലേ 225. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് 16, 17, 18, 19 ഇത്രയും പേരുടെ സ്ക്വയർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എഴുതണ്ട, കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ സംഗതി. എഴുതിയാട്ടത് ബുക്കിലോട്ട്. ആരുടെയൊക്കെ എഴുതേണ്ടത്? 14ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചതും 15ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചതുമാണ് എഴുതേണ്ടത്. എഴുതിയാട്ടെ. അപ്പൊ നമ്മൾ എത്ര തുടങ്ങിയത്? 11 തുടങ്ങി. 12, 13, 14, 15 വരെ എഴുതിയപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയ വെച്ച് നമുക്ക് 16, 17, 18, 19ന്റെ വരെ സ്ക്വയർ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ചോദ്യം എന്തുവാ? 20ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഈ 20ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഒരു കുഴപ്പം. നമ്മളിപ്പോ 11നെ 10 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുവാൻ അല്ലേ? 12ന് 10 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. 13ന് 10 + 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 19 ആകുമ്പോൾ 10 + 9 എന്ന് വരെ സ്പ്ലിറ്റ് ചെയ്യും. 20 ആകുമ്പോഴും
20 അല്ല, 19 വരെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. 20 വരുമ്പോ നമ്മൾ എഴുതി വന്ന രീതി അനുസരിച്ചിട്ടാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എഴുതേണ്ടതെന്ന് അറിയാമോ? ഇങ്ങനെ ആയിരിക്കും, ഓർത്ത് നോക്കി. 20 0 20 0 അല്ലേ? 10നോട് 1 കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. 10നോട് 2 കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്. 10നോട് 3 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. 10നോട് 9 കൂട്ടുമ്പോഴാണ് 19 കിട്ടുന്നത്. അവിടെ വരെ ഇപ്പൊ 10ന്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ 20 ആകുമ്പം 20നോട് എത്ര കൂട്ടിയാൽ മതി? 0. 20നോട് 0 കൂട്ടുമ്പോഴല്ലേ 20 വരുന്നത്, അല്ലയോ? ആണോ? ഇനി നമ്മൾ നേരത്തെ എഴുതുന്നവരെന്ന് പറഞ്ഞാട്ടെ. 20 ഇൻറ്റു 20 ഈക്വൽ 400. ഇതോ 20 ഇൻറ്റു 0 ഈക്വൽ 0. അപ്പൊ ഈ കോളോ 0 ഇൻറ്റു 20 ഈക്വൽ ഈ കോളം 0 ഇൻറ്റു 0 ഈക്വൽ. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഇനത്തിൽ ഒരാളെ എടുത്താൽ മതി. ആരെ മാത്രം? ആദ്യം കിടക്കുന്ന 400നെ മാത്രം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതാം. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 20 അല്ലേ? 20നെ 20 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 400 കിട്ടുന്നത്, ആണോ? അപ്പൊ അതിനെ നമുക്ക് 2 ഇൻറ്റു 10 ഇൻറ്റു 2 ഇൻറ്റു 10 എന്ന് എഴുതിയാൽ ശരിയാണ്. 20 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10 ആണ്. വീണ്ടും 20 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അപ്പൊ കണ്ടെങ്കിൽ സാധാരണ ഗുണിക്കുന്നവർ ഗുണിക്കുക. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 10 40, 40 ഇൻറ്റു 10 40 ഇൻറ്റു 10 40 ഇൻറ്റു 10 400. അപ്പൊ ആരുടെ സ്ക്വയർ ആയി? എന്തുകൊണ്ട് നമ്മൾ സെല്ല് വരച്ചെഴുതാഞ്ഞു? സെല്ല് വരച്ചെഴുതിയാൽ അതിനകത്തിലെ ഒരൊറ്റ സെല്ലിലെ നമ്പർ മാത്രമേ എന്റെ ആൻസർ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഈ സെല്ല് വരച്ചിട്ടുള്ളത് വേണ്ട. അതിന്റെ താഴെ ഞാനിപ്പോ എഴുതിയിരിക്കുന്നുണ്ടോ, അതൊന്ന് എഴുതിയിട്ടാട്ടെ. 20യുടെ സ്ക്വയർ ബുക്കടച്ചു വെച്ചിട്ട് എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെരിഫൈ ആ സമയത്ത്. അപ്പൊ നമ്മൾ 21ന്റെ സ്ക്വയർ സെല്ല് വരച്ച് കണ്ടുപിടിക്കാൻ പോലെ, ആണോ? ബോക്സ് വരച്ചു. 21 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 20യും 21 1. ഇനി ഓരോ സെല്ല് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞാട്ടെ. 20 ഇൻറ്റു 20 ഈക്വൽ 400. ഇത് 20 ഇൻറ്റു 1 ഈക്വൽ 20. ഇവിടെ 1 ഇൻറ്റു 20 ഈക്വൽ 20. അടുത്തത് 1 ഇൻറ്റു 1 ഈക്വൽ 1, ആണോ? അപ്പോ 21 ഇൻറ്റു 21 ഈക്വൽ 400 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 1. This is equal to 400 plus 20 plus 20. അല്ല, അങ്ങനെ എഴുതാം. അതിന് മുമ്പ് 2 ഇൻറ്റു 20 ആണോ പ്ലസ് 1 ഈക്വൽ 400 പ്ലസ് 2 ഇൻറ്റു 20 40 പ്ലസ് 1. 400 പ്ലസ് 40 പ്ലസ് 1 400 ആൻഡ് നമ്മൾ ആൻസർ കറക്റ്റ് ആണോ നോക്കിക്കേ. ആണോ? യെസ്. ഇനി എല്ലാരും പേനകത്ത് വെച്ച് ബോർഡിലോട്ട് നോക്കിയിരുന്നേ. അപ്പൊ 22ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾ സെല്ല് എങ്ങനെ എഴുതുന്നത്? 20 20 2 2. ഇനി ഓരോ സെല്ലും ഫില്ല് ചെയ്യുന്ന വിധം പറഞ്ഞാട്ടെ. 20 ഇൻറ്റു 20 ഈക്വൽ 400. ഇവിടെ 20 ഇൻറ്റു 2 ഈക്വൽ 40. ഇവിടെ 2 ഇൻറ്റു 20 ഈക്വൽ 40. ഇവിടെ 2 ഇൻറ്റു 2 ഈക്വൽ 4. ഇതോടൊന്നുമില്ലല്ലോ. ഇനി അടുത്ത് പറഞ്ഞാട്ടെ. 22 ഇൻറ്റു 22 ഈക്വൽ
400 പ്ലസ് 40 പ്ലസ് 40 പ്ലസ് 4 ഈക്വൽ 400 പ്ലസ് 40 പ്ലസ് 40 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 40 പ്ലസ് 4 ഈക്വൽ 400 പ്ലസ് 2 into 40 80 പ്ലസ് 4. അപ്പൊ 400 പ്ലസ് 80 പ്ലസ് 4 484. ഇങ്ങനെയാണോ എല്ലാവർക്കും ഉത്തരം കിട്ടിയത്? നോക്കിക്കേ. ആണോ ആണോ കറക്റ്റ് ആണോ? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 23 കൂടെ ചെയ്ത് നിർത്താം. എഴുതിയാട്ടെ. ഇതേപോലെ 23യുടെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചാട്ടെ. അപ്പൊ 23യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ സെല്ലിനകത്ത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? 20യും 3യും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പറഞ്ഞാട്ടെ, ഓരോ സെല്ലും എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? 20 into 20. അടുത്തത് 20 into 3 ഈക്വൽ 60. ഇവിടെ 3 into 20 ഈക്വൽ 60. ഇവിടെ 3 into 3 ഈക്വൽ 9. അപ്പൊ നമ്മൾ എഴുതി 23 into ഇവിടെ 23 ഈക്വൽ 400 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 9. അപ്പോൾ 400 പ്ലസ് 2 into 60 പ്ലസ് 9. അപ്പോൾ 400 പ്ലസ് 120 ഇല്ലയോ പ്ലസ് 9. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 500 and ഓക്കെ. ഇവിടെ വരെ എല്ലാവരും എഴുതിയല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അടുത്ത വരില്ല എഴുതുക. This can also be written like this. Written, WRITTN, written. This can also be written like this. LIKE, like, THIS, this. Written, WRITTEN, written like, 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 this, THIS, this. ഇതിനകത്ത് വെച്ച് എല്ലാവരും ഇനി ഞാൻ പറഞ്ഞിട്ട് എഴുതാവൂ. അപ്പൊ നമ്മൾ ആദ്യം 21 into 21 കണ്ടുപിടിച്ചപ്പോ ഇങ്ങനെയാണ് എഴുതിയത്. 400 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 1. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഉത്തരം 441 എന്ന് കിട്ടിയത്. അടുത്തത് 22 into 22 എങ്ങനെ എഴുതിയായിരുന്നു? 400 പ്ലസ് 40 പ്ലസ് 40 പ്ലസ് 4. അതാണ് 484 ആയി മാറിയത്. അടുത്തത് 23 ആയപ്പോ 23 into 23 ഈക്വൽ 400 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 9 ഈക്വൽ 529. ഓക്കെ ആണോ? ഇതോടെ നമ്മൾ എഴുതി വെച്ച. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 21 into 21 ആരാണ്? 21 സ്ക്വയർ. ആരാണ്? 21 സ്ക്വയർ ഈക്വൽ ഈ 400 എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് 20 പ്ലസ് 20 2 into 20 പ്ലസ് 1 എന്ന് പറഞ്ഞ 1 സ്ക്വയർ. നമ്മൾ മുമ്പേ 13, 11, 12, 13 ഒക്കെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് പറഞ്ഞ് 22 into 22. 22 സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ പ്ലസ് 2 into 40 പ്ലസ് 2 സ്ക്വയർ. അടുത്തത് 23യുടെ സ്ക്വയർ പറഞ്ഞാട്ടെ. 20 സ്ക്വയർ പ്ലസ് 2 into 60 പ്ലസ്. അപ്പൊ നിങ്ങൾ വേണ്ടേ ഇത് 3 എണ്ണം മാത്രം ഇപ്പൊ എഴുതിയ വരിയുടെ താഴോട്ട് എഴുതുക. അത് നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയതാ.
ആ ചോദ്യത്തിന്റെ ഉത്തരം അത് കണ്ടുപിടിക്കുന്നതോടുകൂടി നമ്മൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക്. 21ന്റെ സ്ക്വയർ എഴുതിയപ്പോഴേ ഒരു 21. ഓക്കെ, 22ന്റെ സ്ക്വയർ എഴുതിയപ്പോ എന്ത് വന്നു? ഒരു 41. 23യുടെ സ്ക്വയർ എഴുതിയപ്പോ ഇവിടെ എന്ത് വന്നു? ഒരു 60 വന്നു. ഒന്നുകൂടെ, 21ന്റെ സ്ക്വയർ എഴുതിയപ്പോ ഒരു 20 വന്നു. 22ന്റെ സ്ക്വയർ എഴുതിയപ്പോ ഒരു 40 വന്നു. 23യുടെ സ്ക്വയർ എഴുതിയപ്പോ ഒരു 60 വന്നു. ഇതെങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ തോന്നി. ഇതുവരെ എഴുതിയപ്പോ കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് എഴുതി വന്നേത്. അപ്പോ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. 21 ആയപ്പോഴും 20 സ്ക്വയർ ആണ്, 22 ആയപ്പോഴും 20 സ്ക്വയർ ആണ്, 23 ആയപ്പോഴും 20 സ്ക്വയർ ആണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും പ്ലസ് ആണ്, അതും പ്രശ്നമില്ല. എല്ലായിടത്തും 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്, അവിടെയും കുഴപ്പമില്ല. പിന്നുള്ള നമ്പർ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ സെല്ല് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, സെല്ലിനകത്ത് നിന്നാണ് കിട്ടുന്നത്. പക്ഷെ എപ്പോഴും എന്ത് വരച്ച് കണ്ടുപിടിക്കുന്ന നടക്കുന്ന പരിപാടിയല്ല, സെല്ല് വരച്ച്. അപ്പൊ ചോദ്യം, ഇവിടെ എങ്ങനെ 20 വന്നു? ഇവിടെ എങ്ങനെ 40 വന്നു? ഇവിടെ എങ്ങനെ 60 വന്നു? ഇതിന്റെ ഉത്തരം കിട്ടിയാൽ ഇനി ഇതുപോലുള്ള ആളുകളെ ചോദിച്ചാൽ ഇവിടെ എന്ത് നമ്പർ വരുമെന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എഴുതിയിട്ട് എന്റെ താഴോട്ട്, ഹൗ ഡിഡ് വി ഗെറ്റ് 20, 40, 60 അറിയോ? In the above, ABOVE, above. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, പേനകത്ത് നോക്കാം. ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ബോർഡിലേക്ക് നോക്കിക്കോളൂ. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. ശ്രദ്ധിക്കൂ. ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യത്തെ 20 സ്ക്വയർ ഞാൻ അങ്ങനെ തന്നെ എഴുതി, അവസാനത്തെ 1 സ്ക്വയർ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. എവിടെ ഞാൻ മാറ്റം വരുത്തിയേക്കെ നോക്കിക്ക്. 2 ഇൻറ്റു 20ക്ക് പകരം 2 ഇൻറ്റു 20 ഇൻറ്റു 1 എന്നെഴുതി. ശരിയോ തെറ്റോ? 2 ഇൻറ്റു 20 എത്ര? 2 ഇൻറ്റു 20 40. 2 ഇൻറ്റു 20 ഇൻറ്റു 1 എത്ര? അതും 40 തന്നെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 22ന്റെ സ്ക്വയർ നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാട്ടെ. 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 2. ശരിയാണോ നോക്കിക്ക്. 2 ഇൻറ്റു 40 എത്ര? 2 ഗുണം 40 80. 2 ഗുണം 20 40. 40 ഗുണം 2 80. അപ്പൊ അത് 80 കിട്ടുന്നുണ്ടല്ലോ. പ്ലസ് 2ന്റെ സ്ക്വയർ. അങ്ങനാണെങ്കിൽ 23യുടെ സ്ക്വയർ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാട്ടെ. 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 3 പ്ലസ് ഐഡിയ എവിടെ കിട്ടിയോ? അപ്പൊ അങ്ങനാണെങ്കിൽ നിങ്ങളോട് 24ന്റെ സ്ക്വയർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? സിമിലർലി എന്ന് വെച്ചാൽ ഇതുപോലെ 24ന്റെ സ്ക്വയർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 4 സ്ക്വയർ. ശരിയാണോ? എഴുതിയാട്ടെ ഇത്രയും. എഴുതാൻ